മഴയല്ലേ ഇപ്പോൾ. എനിക്ക് ഈ ആ ഒരു വേനൽക്കാലത്തിനേക്കാട്ടിലും ഇഷ്ടം ഈ ഒരു ഭയങ്കര പെരുമഴക്കാലമാണ് കേട്ടോ. പെരുമഴക്കാലം സിനിമയല്ല, ഒരു ക്ലൈമറ്റാണ്. അപ്പം ഞാൻ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി. രാവിലെ പിന്നെ ലഞ്ച് ഉണ്ടാക്കുമെന്ന് നിങ്ങൾക്ക് തോന്നും, ഞാൻ ചുമ്മാ പറഞ്ഞോളൂ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കേട്ടോ. പുട്ടും പഴമൊക്കെ ആയിരുന്നു കേട്ടോ. ഒന്ന് ഇതിങ്ങനെ തുളച്ചുകൊണ്ടിരിക്കണം. പിന്നെ വീണ്ടും എടുക്കുമ്പോൾ അവിടെ ആവുമെന്നൊക്കെ എനിക്കറിയാം, എന്നാലും ഇങ്ങനെ തുളച്ചുകൊണ്ടിരിക്കണം കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം, ഈ എറണാകുളത്ത് വന്നതിന് ശേഷം ഈ ഒരു നന്ദിനി മിൽക്കാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. സച്ചുവിന് കുടിക്കാൻ കൊടുക്കാനും നമ്മൾ ചായക്കൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ഒരു മിൽക്കാണ് കേട്ടോ. കാരണം ഇവിടെ നാടൻ പാലൊന്നും കിട്ടില്ല. ഇതാകുമ്പോൾ കുറച്ച് കട്ടിയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ സയൻറ്റിഫിക് മെത്തേഡുകളൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല. പിന്നെ ഞാൻ പുട്ടുണ്ടാക്കി കേട്ടോ. ചില സമയത്ത് ഈ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റുള്ള സമയത്ത് ഈ പുട്ടുണ്ടാക്കിയാൽ ശരിയാവുകയില്ല അല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ വൃത്തിയിൽ കൃത്യമായിട്ട് വരും, അല്ലെങ്കിൽ ഇങ്ങനെ പൊടിഞ്ഞു പോയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പോൾ പഴമൊക്കെ ഞാൻ ഉണ്ടാക്കി. എനിക്ക് പുട്ടിന് പഴം കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് ഈ പുട്ടും കുത്തി ഇതുപോലെ വെള്ളം നിറച്ച് വെക്ക്. എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വന്ന ഉടനെ കഴുകുമ്പോഴേക്കും ഇതിങ്ങനെ ഉണങ്ങി പിടിക്കില്ല, അല്ലെങ്കിൽ ഇത് കഴുകിയെടുക്കാനുള്ള ഒരു പാട്. അങ്ങനെ ഞാൻ പിന്നെ ചായ ആറ്റാൻ പോയി. ഈ ചായ ആറ്റുന്ന പരിപാടിയൊന്നും എനിക്ക് പണ്ടുണ്ടായിരുന്നില്ല. ഇവിടെയാണെങ്കിൽ സച്ചുനും ഏട്ടനും ഇങ്ങനെ ചായ ഇങ്ങനെ പതഞ്ഞ് പൊങ്ങിയിരിക്കണം. എന്താ അതിൽ കിട്ടുന്നൊരു മനസുഖം എന്നുള്ളത് എനിക്കറിയില്ല. എനിക്കാണ് അങ്ങനെയൊന്നുമില്ല കേട്ടോ. പണ്ടൊക്കെ മുക്കാലും താഴെ പോകാറായിരുന്നു പതിവ്. എന്നാലും ഈടായിട്ട് കുറച്ച് മെച്ചമുണ്ട് കേട്ടോ. ഞാൻ നന്നായിട്ട് ആറ്റാൻ വേണ്ടിയിട്ട് പഠിച്ചു. അങ്ങനെ ഏട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇറങ്ങി. ആൾക്ക് വീഡിയോ എടുക്കുന്നൊന്നും ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ആൾ മുഖം കാണിക്കില്ല. ഞാൻ പിന്നെ ഇങ്ങനെ ഒക്കെ എടുത്തു വെക്കുന്നതാണ്. അപ്പോൾ ഏട്ടൻ പോകുമ്പോൾ നല്ല മഴ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ അടുത്ത പരിപാടി നോക്കി, ചോറ് വെക്കൽ. ചോറ് ഞാൻ പണ്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ കറികളൊക്കെ ഉണ്ടാക്കി ലാസ്റ്റ് ചോറ് വെക്കാമെന്ന് വിചാരിക്കുന്ന ദിവസം ചോറ് വെക്കാനൊക്കെ മറന്നുപോയിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ ഫുഡ് കഴിക്കാനിരിക്കുമ്പോഴാണ് ചോറ് വെച്ചിട്ടില്ല എന്നുള്ള ഓർമ്മകളൊക്കെ എനിക്ക് വരാറ് കേട്ടോ. അങ്ങനത്തെ ഇടയ്ക്കിടയ്ക്കുള്ള അനുഭവങ്ങളൊക്കെ എനിക്കുള്ളതുകൊണ്ട് ഞാൻ ആദ്യം ചോറ് വെച്ചു. പിന്നെ നമ്മുടെ സോയാബീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയ സോയാബീനാണ്. ഈ ഒരു തുണി ഞാൻ അടുക്കളയിൽ എപ്പോഴും വെക്കും കേട്ടോ. കാരണം പണ്ട് ഈ ഡ്രസ്സിലാണ് കൈ തുടച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് അടുക്കളയിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്ക് ഡ്രസ്സ് മുഴുവൻ നനഞ്ഞാൽ കൈൻ്റെ പാട് ഇങ്ങനെ ഉണ്ടാവുമായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീനിൽ അലക്കുന്നതുകൊണ്ട് അതങ്ങോട്ട് പോവുകയില്ല, വൃത്തിയാവില്ലായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഈ ഒരു തുണിയൊക്കെ വെച്ച് തുടങ്ങി. എന്നിട്ട് ഞാൻ ആ സോയാബീനിലേക്ക് നല്ലോണം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു. അതവിടെ നിൽക്കട്ടെ. പിന്നെ കറിക്കുള്ള കുമ്പളങ്ങയൊക്കെ അരിഞ്ഞു കേട്ടോ. ഞാൻ മോരുകറി ഉണ്ടാക്കാമെന്നാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഈ ഒരു ചിരവുണ്ടല്ലോ, ഇതിങ്ങനെ ആയതുകൊണ്ട് ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയിട്ട് നമ്മളെ സൗകര്യത്തിനനുസരിച്ചിരുന്ന് ചിരവാം. അങ്ങനെ കുമ്പളങ്ങയൊക്കെ അരിഞ്ഞു. കുറച്ച് ഇഞ്ചിയും നമ്മുടെ ചെറിയുള്ളിയും പച്ചമുളകും ജീരകമൊക്കെ ഇട്ട് തേങ്ങയും ചേർത്ത് നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്തു കേട്ടോ. നന്നായിട്ട് അരയണം കേട്ടോ. അപ്പോഴാണ് ഈ ഒരു മോരുകറീൻ്റെ ടേസ്റ്റ് വരിക. പണ്ട് ഞാൻ ചട്നി ഉണ്ടാക്കുന്നതൊക്കെ ഭയങ്കര ഫ്ലോപ്പായിരുന്നു കേട്ടോ. കാരണം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന ഈ ചട്നി ഇങ്ങനെ കുറേ നേരം തിളപ്പിച്ചാൽ ഇതിങ്ങനെ കുറുകി വരും എന്നൊക്കെ, നമുക്ക് ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന ചട്നി പോലെ ആവും എന്നൊക്കെയായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് അങ്ങനെയൊന്നല്ല എന്നുള്ള നഗ്നസത്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയത് സച്ചൊക്കെ ജനിച്ചതിന് ശേഷമാണ് കേട്ടോ. പിന്നെ ആരോ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്ലുപ്പ് യൂസ് ചെയ്യണമെന്ന്, ഉപ്പ് ഒരിക്കലും പ്ലാസ്റ്റിക് പാത്രത്തിൽ വെക്കരുതെന്നൊക്കെ. അപ്പം ഞാനൊരു ഭരണിയൊക്കെ വാങ്ങി ഇപ്പോൾ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഒരു മിൽക്കി മിസ്റ്റിൻ്റെ തൈര്. എനിക്കിവിടെ തൈര് പൊട്ടിക്കുമ്പോൾ ഒരു ഓർമ്മ വരുന്ന കാര്യം എന്താണെന്നറിയോ, നമ്മുടെ കല്യാണരാമൻ സിനിമയിൽ ഇന്നസെൻ്റ് മറ്റേ മദ്യക്കുപ്പി ആരാ തുറന്നെന്ന് ചോദിച്ച് വരുന്ന പോലെയാണ് തൈര് പൊട്ടിക്കുന്നത്. എങ്ങനെയാണെന്നറിയില്ല, സച്ച് കറക്റ്റായിട്ട് അറിയും കേട്ടോ. അവൻ ഈ തൈര് കുടിക്കൽ അവൻ്റെ ഒരു ഹോബിയാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു പാത്രം തൈര് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇവിടെ 2-3 ദിവസം മാക്സിമം കിട്ടും. അതുപോലെ അവൻ കുടിക്കും കേട്ടോ. പിന്നെ കുറച്ചൊക്കെ ഞാൻ കുടിക്കും. ഏട്ടന് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ ഇതിങ്ങനെ പച്ചക്ക് കഴിക്കാനൊക്കെ. ഞങ്ങൾക്ക് 2 പേർക്ക് ഇതിങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സോയാബീനൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ടായിരുന്നു. അത് അരിപ്പിലേക്ക് മാറ്റി വെള്ളം ഒക്കെ ഒഴിച്ച് കളഞ്ഞു കേട്ടോ. അപ്പോഴേക്ക് കുറച്ചെണ്ണമൊക്കെ താഴെ പോയി. അവന്മാരെയൊക്കെ ഞാൻ പെറുക്കിയെടുത്തിട്ട് വീണ്ടും അതിനകത്ത് ഇട്ടു. എന്നിട്ട് നന്നായിട്ട് അതിങ്ങനെ പിഴിഞ്ഞ് വെള്ളം കളഞ്ഞു കേട്ടോ. അല്ലെങ്കിൽ അതിനകത്ത് ഇങ്ങനെ ഒരു വെള്ളത്തിൻ്റെ ചുവ ഉണ്ടാവും. എന്നിട്ട് ഞാൻ കുറച്ച് മസാലകളൊക്കെ ഇട്ട്. ഈ ഒരു പാത്രം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. നല്ല രസമാണ് കാണാൻ. കുറച്ച് പ്രീമിയം ക്വാളിറ്റി പാത്രമാണ് കേട്ടോ. അത്ര റേറ്റും ഇല്ല. പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് ബിരിയാണി മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഫ്ലേവറിന് സാധാരണ ഞാൻ ചിക്കൻ മസാലയാണ് ഇടൽ. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും കുറച്ച് ബിരിയാണി മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഞാൻ ഈ ഒരു നമ്മുടെ പുതിന മല്ലിയില അത് രണ്ടും കൂടെ നമ്മുടെ കല്ലിലിട്ടൊന്ന് ഇടിച്ചിട്ട് ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചാറ്റ് മസാലേൻ്റെ ഒക്കെ ഒരു സ്മെല്ലില്ലേ, അതുപോലൊരു ടേസ്റ്റാണ് കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ഇപ്രാവശ്യം ഞാൻ എയർ ഫ്രയറിലാണ് ഉണ്ടാക്കുന്നത്. ഞാനൊരു 5 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന എയർ ഫ്രയറാണ് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഷനൊക്കെ വന്നെങ്കിലും ഇതൊരു ആ സ്റ്റാർട്ടിങ് സമയത്ത് വാങ്ങിയതാണ്. മാനുവലാണെല്ലാം, ഓട്ടോമാറ്റിക് ഒന്നല്ല. പിന്നെ ഞാൻ കുറച്ച് ഉള്ളിയും കൂടി നമ്മുടെ സോയാബീനിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം എന്നിട്ട് അതിങ്ങനെ നന്നായിട്ട് ഞരണ്ടി കൊടുക്കണം കേട്ടോ. കാരണം കുറച്ചൊരു മസാല പോലെ ഉണ്ടാവും. ഇതെല്ലാം കൂടെ എയർ ഫ്രയറിലേക്ക് മാറ്റി കേട്ടോ. ഇതിന് ഞാൻ വാങ്ങുന്ന സമയത്ത് ഏകദേശം ഒരു 8,000 ആ റേഞ്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതിന് നല്ല റേറ്റൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും.
അപ്പം എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട് എയർ ഫ്രയറിൽ ഉണ്ടാക്കിയാൽ നന്നാവും എന്നൊക്കെ. നല്ലതാണ് കേട്ടോ. നമ്മൾ ഈ കൊളസ്ട്രോൾ ഒന്നും ഉള്ള ആളുകൾക്കും പൊരിച്ചതൊക്കെ കൊടുക്കണേ എയർ ഫ്രയറിൽ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ തേങ്ങയൊക്കെ അരച്ചു കറിയിൽ മിക്സ് ചെയ്ത് കൊടുത്തു. എനിക്കിപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഫുഡുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പണ്ടൊന്നും എനിക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഒന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല. മോരുകറിയൊക്കെ ഞാൻ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഠിച്ചിട്ടോ. അപ്പോൾ എയർ ഫ്രയറിൽ ഞാൻ പറഞ്ഞു വന്നത് കൊളസ്ട്രോളൊക്കെ ഉള്ള ആളുകൾക്ക് നമുക്ക് വേണമെങ്കിൽ എയർ ഫ്രയറിൽ മീനൊക്കെ പൊരിച്ചിട്ട് ഇടയ്ക്ക് കൊടുക്കാം കേട്ടോ. കാരണം ഒട്ടും ഓയിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. വേണമെങ്കിൽ അങ്ങനെ കരിഞ്ഞു പോകുന്ന പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി അധികം വെച്ചുകൊണ്ട് ഒന്ന് അങ്ങോട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ ഒന്ന് മേലെ വരുന്ന പോലെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 20 മിനിറ്റാണ് ഞാൻ വെച്ചത്. ഈ 160 ഡിഗ്രിയിൽ 20 മിനിറ്റാണ് കേട്ടോ ഞാൻ വേവിച്ച് വെച്ചത്. പിന്നെ നന്നായിട്ടൊന്ന് വറവിട്ടു. ഈ പച്ചമുളകൊക്കെ ഇട്ട് പച്ചമുളകല്ല ചുമന്ന മുളകൊക്കെ ഇട്ട് വറവിടുന്നൊക്കെ പണ്ട് എനിക്കിഷ്ടമല്ലായിരുന്നു കേട്ടോ ഈ വറവിടുന്ന കറികളൊന്നും. ഇപ്പം എനിക്കതൊക്കെ ഇഷ്ടമാണ് കേട്ടോ. വറവിടാത്തൊരു കറി എനിക്കിപ്പോൾ ഇഷ്ടമല്ല. കണ്ടോ നല്ല അടിപൊളി മോര് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ നാളത്തേക്കും കൂടെ ഉപയോഗിക്കാം എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ അധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കി. അപ്പോഴേക്കും നമ്മുടെ സോയാബീനൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ട് വരും കേട്ടോ. ഒട്ടും ഓയിൽ യൂസ് ചെയ്തിട്ടില്ല. കണ്ടോ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.